രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചൂടുള്ള ബിരിയാണി കിട്ടിയാൽ എങ്ങനെയിരിക്കും? രാജസ്ഥാനിലെ അജ്മീറിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം പെർ പേഴ്സൺ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അജ്മീർ ദർഗയിലോട്ട് എത്താൻ സാധിക്കും. അതിൻ്റെ മെയിൻ എൻട്രൻസ് ഗേറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരുപാട് ഹോട്ടൽസ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഫസ്റ്റ് ഒരു ഹോട്ടലിൽ കയറി ഒരു ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ വലിയ ഫ്ലേവറൊന്നും ഫീൽ ചെയ്യില്ലെങ്കിലും ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു. വെറും 90 രൂപ മാത്രമായിരുന്നു ആ ബിരിയാണിയുടെ ചാർജ്. അതിനുശേഷം നമ്മൾ മറ്റൊരു കടയിൽ കയറി അവിടെ നിന്ന് ഒരു ബിരിയാണി പറയാമെന്ന് വിചാരിച്ചു. എല്ലാ ബിരിയാണീസും ടേസ്റ്റ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രണ്ടാമത്തെ ബിരിയാണി വന്നു. അതിൻ്റെ റൈസ് ആണെങ്കിൽ കുറച്ചും കൂടി കളർഫുള്ളായിരുന്നു. പിന്നെ ആ ചിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനായിരുന്നു. ഈ ഒരു ബിരിയാണിക്ക് 100 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് വൃത്തിയുടെ കാര്യത്തിൽ നമുക്ക് വേറെ പേടിയൊന്നും ആവശ്യമില്ല. അടിപൊളിയായിട്ട് തന്നെയാണ് അവർ ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ ഹോട്ടലിലെത്തി. അവിടെ നിന്ന് ഒരു ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബിരിയാണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികം ഫ്ലേവറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ബിരിയാണി തന്നെയായിരുന്നു. ഈ മുറാദ്ബാദി ബിരിയാണി എന്നാണ് കേട്ടോ ഈ 3 ബിരിയാണീസും അറിയപ്പെടുന്നത്. പക്ഷേ 3 കടകളിലും 3 ടേസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് അതിശയമായിട്ട് തോന്നിയത്. ഈ ബിരിയാണിക്കും വെറും 100 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അജ്മീർ പോവുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടുത്തെ ബിരിയാണീസ് ട്രൈ ചെയ്യുക. ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രം അജ്മീർ വന്നാൽ അതൊരു നഷ്ടമാവില്ല കേട്ടോ.